Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ മോട്ടു നീ എന്തിനാ ഞങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? പത്തുലു ഇത് കണ്ടോ, യോഗയുടെ ബുക്കാണ്. പത്തുലു യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഉണ്ടല്ലോ നല്ല ബലവും ഉന്മേഷമുള്ളതായി മാറും. ഞാനിത് മുഴുവൻ വായിച്ച് യോഗ ചെയ്യാൻ പോവാ, എന്നിട്ട് ആരോഗ്യവാനായി ഇരിക്കും. നിനക്ക് അതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വല്ല യോഗ ക്ലാസ്സിലും പോയി ജോയിൻ ചെയ്തുകൂടെ? ഒരു യോഗ ഗുരുവിൽ നിന്ന് പഠിച്ചാലേ എല്ലാം വളരെ നന്നാവുകയുള്ളൂ. പത്തുലു ഈ പുസ്തകത്തിൽ യോഗ എങ്ങനെ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പറഞ്ഞു തരാം. പറയൂ, ആർക്കൊക്കെയാണ് യോഗ ചെയ്യാൻ താല്പര്യമുള്ളത്? എന്റെ മോട്ടു ഇതുപോലെ ബുക്ക് വായിച്ച് യോഗ പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പത്തുലു ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. നോക്കൂ, ആദ്യം തന്നെ ബ്രീത്തിങ് എക്സസൈസ് ആണ്. ആദ്യം ഒരു മൂക്കിന്റെ ഭാഗം നിന്റെ വിരൽ കൊണ്ട് അമർത്തി പിടിക്കണം. എന്നിട്ട് രണ്ടാമത്തെ മൂക്കിലൂടെ ശ്വാസം വലിച്ചു വിടണം. നോക്കൂ, ഇങ്ങനെ. ഇങ്ങനെയാണ് യോഗ പഠിക്കുന്നതെങ്കിൽ ശ്വാസം എടുക്കാൻ പോലും കഴിയില്ല. വാ, ഇപ്പൊ വീട്ടിലേക്ക് വരൂ. ഇല്ല, ഞാൻ വരില്ല. ഞാൻ യോഗ പഠിച്ചിട്ടേ വരുന്നുള്ളൂ. നീ പൊയ്ക്കോ. എന്നാ പിന്നെ നീ കിട്ടുന്നത് മേടിച്ചോ. ബ്രീത്തിങ് എക്സസൈസ് ഇപ്പൊ ഒരുപാടായി. ഇനി കാലുകൾക്ക് ശക്തി കിട്ടുവാനുള്ള എക്സസൈസ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ആദ്യം നമ്മുടെ വലത്തെ കാലെടുത്ത് തലയുടെ പുറകിൽ വെക്കണം, ഇതുപോലെ. ഇനി ഇടത്തെ കാലെടുത്ത് കഴുത്തിന്റെ മറ്റേ ഭാഗത്ത് വെക്കണം. ഇനി വലത്തെ കാൽ പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുവരിക. എന്നിട്ട് എന്റെ കാല് രണ്ട് കുടുങ്ങിപ്പോയേ. ഇനി ഇതിപ്പോ എങ്ങനെയാ അഴിച്ചെടുക്ക? ഇനി പത്തുലൂന്റെ അടുത്ത് പോയേ പറ്റൂ. എങ്കിൽ മാത്രമേ ഈ കാലുകൾ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. പത്തുലൂ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കും പത്തുലൂ. എന്താ സംഭവിച്ചത്? ഇത് കൈകൾക്ക് ബലം കിട്ടാനുള്ള എക്സസൈസ് ആണ്. പത്തുലൂ, പത്തുലൂ, അതെ, ഒന്ന് വാതിൽ തുറക്കൂ. ആരാത്? ആരാ വാതിലിൽ എങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നത്? പത്തുലൂ, താഴോട്ട് നോക്കൂ, താഴെ. പത്തുലൂ, ചിരിയൊന്ന് നിർത്തൂ. എന്റെ കാലുകളൊന്ന് എടുത്ത് മാറ്റി തരൂ. ആദ്യം എന്റെ ചിരിയൊന്ന് നിർത്തട്ടെ. ഇങ്ങത്താ. താങ്ക് യു. നിന്റെ യോഗയുടെ പ്രാന്തൊക്കെ കഴിഞ്ഞെങ്കി വാ, ചായക്കടക്കാരന്റെ അടുത്ത് ചെന്ന് നമുക്ക് സമോസ കഴിക്കാം. നീ എന്നെ കളിയാക്കണോ പത്തുലു? പക്ഷെ എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. നോയിക്കോ, ഒരു ദിവസം ഞാൻ വലിയൊരു യോഗ മാസ്റ്റർ ആവുന്നതായിരിക്കും. എന്റെ മോട്ടോ, ഞാൻ കളിയാക്കിയതൊന്നും അല്ല. ഞാൻ ദേ ഇത്രയേ പറയുന്നുള്ളൂ. നീ സ്വയം ഗുരു ആകുന്നതിന് മുൻപ് ഒരു ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കേ. പത്തുലു, എനിക്ക് ഒരു ഗുരുവിന്റെയും ആവശ്യമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. പിന്നെ കാണാം. ബൈ ബൈ. ഇപ്പൊ മനസ്സിലായി. ഈ എക്സസൈസ് കൊണ്ട് കൈകൾക്കും കാലുകൾക്കും നല്ല ബലം കിട്ടും. പിന്നെ കഴുത്തിനും നല്ല ബലമുണ്ടായിരിക്കും. അതേ, ഒന്നും മിണ്ടാതിരിക്കൂ. മറ്റുള്ളവർ നോക്കി ചിരിക്കുന്നത് തെറ്റല്ലേ? നാണമല്ലേ നിങ്ങൾക്ക്? എന്റെ അമ്മോ, ഇതിപ്പോ എങ്ങനെയാ ഊരിയെടുക്കുക? ഇതിപ്പോ മുഴുവനും കുരുങ്ങി കിടക്കുവാണല്ലോ. എനിക്ക് തന്നത് വീണ്ടും പത്തുലൂന്റെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വരുന്ന. പത്തുലൂ, എന്നെ ഒന്ന് സഹായിക്കൂ. എന്റെ പത്തുലു ഒന്ന് സഹായിക്കൂ. സമോസ തിന്നേച്ചും പോടാ. ഉറപ്പായിട്ട് ആ മോട്ടു തന്നെ ആയിരിക്കും. അവനല്ലാതെ വേറെ ആരുമല്ല. നിന്നെ വിടില്ലടാ ഞാൻ.
എന്റെ അമ്മോ! മോട്ടു മോട്ടു അല്ലാതെ ഇത് വേറെ ആരും ആവാൻ ചാൻസ് ഇല്ല. എവിടെ പോയവൻ? ഞാൻ അവനെ വെറുതെ വിടില്ല. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. പത്ലു, എന്റെ പത്ലു. ഇവിടെ ആരെയും പത്ലു, കാണുന്നില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് താഴോട്ട് നോക്കിക്കൂടെ? എന്റെ മോട്ടു, ഇനിയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി യോഗയുടെ ഭ്രാന്ത് നിർത്ത്. ആദ്യം നീ എന്നെ ഒന്ന് ശരിയാക്കിത്താ, എന്നിട്ട് ചിരിച്ചാ പോരെ. എന്റെ അമ്മോ! മോട്ടു, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും നിന്നെ ഒരു കാര്യം പഠിപ്പിക്കാൻ പോവുകയാണ്. അങ്ങോട്ട് വാട ചക്കരക്കുട്ട. എനിക്കും തന്നെ, എനിക്കും അവനെ തന്നെ. എന്നെ ഫുട്ബോൾ ആക്കല്ലേ വലിയേട്ടാ. എന്റെ പത്ലു രക്ഷിക്കൂ. എന്റെ അമ്മോ, എന്നെ കയ്യിലെടുത്തോണ്ട് പോയിക്കൂടെ നിനക്ക്? സോറി. എന്റെ അമ്മോ, എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കൂ. എനിക്കിതിനൊന്നും ആവശ്യമില്ലേ, രക്ഷിക്കണേ. മുകളിലുള്ളവന് നന്ദി, നീ രക്ഷപ്പെട്ടല്ലോ. ഇനി യോഗ പഠിക്കാനൊന്നും പോകണ്ട കേട്ടോ. ഞാൻ യോഗ പഠിക്കാതെ വരുന്ന പ്രശ്നമേ ഇല്ല. പത്ലു, മോട്ടു എവിടെ പോയി? കുറച്ച് ദിവസങ്ങളായിട്ട് അവനെ കാണുന്നില്ലല്ലോ. കുറെ നാളായി ഇപ്പൊ വീട്ടിലും വരുന്നില്ല. എനിക്കറിയില്ല അവന്റെ യോഗ പഠിക്കാനുള്ള ഭ്രാന്ത് എന്ന് തീരുവന്ന്. എന്റെ പത്ലു, എന്റെ കൂട്ടുകാരാ, അങ്ങനെ ഞാൻ എല്ലാ യോഗ വിദ്യകളും പഠിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇപ്പൊ ഞാനൊരു യോഗ ഗുരുവുമാണ്. നിങ്ങളിൽ ആർക്കൊക്കെ യോഗ അഭ്യസിക്കണമോ അവർക്ക് എന്നിൽ നിന്നും അത് അഭ്യസിക്കാവുന്നതാണ്. ഞാൻ ഫുർഫുറി നഗരത്തിലെ മൈതാനത്തിൽ തന്നെ ഉണ്ടാവും. ഇത് അതിശയമായിരിക്കുന്നല്ലോ. മോട്ടു സമോസ ചോദിച്ചില്ലെന്നോ? അതെ, എനിക്ക് മോട്ടു സത്യമായിട്ടും യോഗ ഗുരു ആയെന്നാ തോന്നണേ. അവന് സ്വന്തം വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റണുണ്ട് ഇപ്പോ. അവന്റെ അടുത്തുനിന്ന് വേഗം കുറച്ച് യോഗ പഠിക്കാനായിട്ട് ഞാൻ പോവാ. ആഹാ, യോഗ ഗുരു മോട്ടുജി, എനിക്ക് എന്റെ കൈകളൊന്ന് ശക്തിപ്പെടുത്താൻ എന്ത് യോഗയാണ് ചെയ്യേണ്ടത്? പൂർണ്ണ രാത്രി കൈകുത്തി ആസനം എന്ന് വെച്ചാൽ ഒരു രാത്രി മുഴുവനും കൈയും കുത്തി നിൽക്കണമെന്ന്. എന്നിട്ട് രാവിലെ വന്ന് എന്നെ കാണൂ. തഥാസ്തു. ഗുരുജി, എന്റെ കണ്ണിന്റെ കാഴ്ച കുറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു യോഗാസനം പറഞ്ഞു തന്നാൽ പിന്നെ എനിക്ക് കണ്ണട വെക്കേണ്ട ആവശ്യം വേണ്ടി വരില്ല. പൂർണ്ണ രാത്രി കൺ തുറന്നിരിക്കലാസനം എന്താണെന്ന് വെച്ചാൽ ഒരു രാത്രി മുഴുവനും രണ്ട് കണ്ണുകളും കൈകൊണ്ട് തുറന്നു പിടിക്കണം. കണ്ണുകൾ അടയരുത്, കാലത്ത് വന്ന് കാണൂ. ഗുരുജി, എനിക്ക് കുറ്റവാളികളെ പിടിക്കാൻ ഒരുപാട് ഓടേണ്ടതായിട്ടുണ്ട്. എനിക്കൊരു യോഗാസനം പറഞ്ഞു തരൂ. അപ്പൊ എനിക്ക് കുതിരയേക്കാൾ സ്പീഡായിട്ട് ഓടാൻ പറ്റും. രാത്രി മുഴുവൻ നല്ല കാര്യം എനിക്ക് അറിയാം. ബാക്കിയും കൂടി പറയൂ. പൂർണ്ണ രാത്രി കുതിരയെ പോലെ നാലുകാലിൽ നിൽക്കുന്ന ആസനം എന്ന് വെച്ചാൽ രാത്രി മുഴുവനും കുതിരയെ പോലെ നിൽക്കണം. രണ്ട് കാലിലും രണ്ട് കൈയിലും. മനസ്സിലായോ? നേരം വെളുത്തിട്ട് വന്നോളൂ. എന്റെ ബുദ്ധി കുറച്ചുകൂടി വർദ്ധിക്കാൻ എന്തെങ്കിലും ആസനം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ എന്റെ യോഗ ഗുരു. പൂർണ്ണ രാത്രി ബുദ്ധി വികസനാസനം എന്ന് വെച്ചാൽ ഒരു രാത്രി മുഴുവനും തലകുത്തി നിൽക്കണമെന്ന്. എന്നിട്ട് രാവിലെ വന്ന് കണ്ടോളൂ. എന്റെ അഭിപ്രായത്തിൽ ഈ മോട്ട് പറയുന്നത് കേട്ട് ആരും ഒന്നും ചെയ്യരുത്. എങ്ങനെയുണ്ട് എന്റെ പ്രിയ ശിഷ്യന്മാരെ? എന്റെ അമ്മോ, ഇത് എന്തോന്ന് യോഗാസനം?
ഇപ്പൊ എനിക്ക് മനുഷ്യന്മാരെ പോലെ നേരെ ഒന്ന് നിൽക്കാൻ കൂടി കഴിയുന്നില്ല. വരുന്ന വഴി മുഴുവനും ഞാൻ ഇങ്ങനെ തന്നെ വന്നോണ്ടിരുന്നത്. ആ, എനിക്കിപ്പൊ എന്റെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. എപ്പൊ നോക്കിയാലും ഇങ്ങനെ തുറന്നോണ്ടിരിക്കാണ്. ഇനി ഞാൻ എങ്ങനെ രാത്രി കിടന്നുറങ്ങാ? എന്റെ അമ്മോ, എന്റെ തല കറങ്ങുന്നേ. എനിക്ക് നേരെ ഒന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്റെ ചങ്ക്. ഓ അതെ, എനിക്ക് എന്റെ കൈ പോലും പൊക്കാൻ കഴിയണില്ല. പിന്നെ ബോക്സിംഗ് എങ്ങനെ ചെയ്യും? മോട്ടു, നിന്റെ ഭാഗ്യത്തിന് ബോക്സറിന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കൈ പൊക്കാൻ പറ്റണില്ലല്ലോ. എന്താ, എനിക്ക് കാല് കൊണ്ട് നന്നായിട്ട് തൊഴിക്കാൻ പറ്റും. കൂട്ടുകാരെ, ഇവന് കുറെ യോഗാസനങ്ങൾ നമുക്ക് തന്നെ പഠിപ്പിക്കാം. ആഹാ, കൂടെ വാ. ശരിയാ. ഇവന് നമ്മുടെ വക ഒരു യോഗാസനം എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മോട്ടു, ഇപ്പൊ ഞാൻ നിനക്കൊരു ആസനം പറഞ്ഞു തരാം. പൂർണ്ണ ദിവസ റണ്ണിങ് ആസനം. അതായത് മുഴുവൻ ദിവസവും ഓടിക്കൊണ്ടിരുന്നോ. എന്നാ പിന്നെ ഓടിക്കോ. എന്റെ മോട്ടു, നീ ഇപ്പോഴെങ്കിലും ആ യോഗയുടെ ഭ്രാന്ത് ഉപേക്ഷിക്കുന്നുണ്ടോ? പത്ലു, എന്റെ ഭ്രാന്തൊക്കെ ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചു. പക്ഷെ എന്നെ തല്ലാൻ വരുന്നവരുടെ ഭ്രാന്ത് ഞാൻ എങ്ങനെയാ പത്ലു ഉപേക്ഷിക്കുക? Watch India's largest kids library only on Geo Hotstar. Download the app now.